പാലക്കാട് CPM-ൽ വിഭാഗീയത രൂക്ഷം. NN കൃഷ്ണദാസിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് CPM ജില്ലാ കമ്മിറ്റി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ കൃഷ്ണദാസിനെതിരെ വിമർശനമുയർന്നതിനു പിന്നാലെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാൽ ജില്ലാ കമ്മിറ്റിക്ക് നടപടിയെടുക്കാനാവില്ല. ഇതോടെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ നൽകിയത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് CPM-ൽ വിഭാഗീയത കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി NN കൃഷ്ണദാസിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് CPM ജില്ലാ കമ്മിറ്റി. വിഭാഗീയത എത്രത്തോളം രൂക്ഷമായി തന്നെ തുടരുകയാണ്? രോഹിണി, പാലക്കാട്ടെ CPM-ൽ വിഭാഗീയത അതിൻ്റെ മൂർധന്യത്തിലെത്തിയെന്ന് തന്നെ വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ NN കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സംസ്ഥാന കമ്മിറ്റി കടന്നിരിക്കുന്നത്. ഏതായാലും ഈ സംസ്ഥാന കമ്മിറ്റി അത്തരത്തിൽ ഈ താക്കീതിലേക്ക് ഉൾപ്പെടെ കടക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് വിഭാഗീയതയാണ് എന്നുള്ളതാണ്. കാരണം NN കൃഷ്ണദാസിൻ്റെ ആ ഒരു നിലപാടുകൾ പലപ്പോഴും ജില്ലാ നേതൃത്വത്തിന് വിരുദ്ധമായ നിലപാടുകളാണ് NN കൃഷ്ണദാസ് സ്വീകരിച്ചു പോയത് എന്നുള്ളതാണ്. പലപ്പോഴും ഈ PK ശശിയെ മറ്റും അനുകൂലിക്കുന്ന നിലപാടുകളാണ് NN കൃഷ്ണദാസ് പാലക്കാട് CPM നേതൃത്വത്തിൻ്റെ ഈ യോഗങ്ങളിലും മറ്റും ജില്ലാ കമ്മിറ്റിയിലാണെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റിലാണെങ്കിലും ഒക്കെ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ PK ശശിയെ അനുകൂലിക്കുന്ന നിലപാടുകളായിരുന്നു മുൻപ് കൈക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണെങ്കിൽ പോലും ജില്ലാ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിന് വിഭിന്നമായ നിലപാടാണ് NN കൃഷ്ണദാസ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. അത് സരിൻ എന്ന സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ മാധ്യമങ്ങളെ പരാമർശം നടത്തി അധിക്ഷേപിച്ച കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ NN കൃഷ്ണദാസ് ജില്ലാ നേതൃത്വത്തിന് വിഭിന്നമായ നിലപാട് സ്വീകരിക്കുകയും ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇത് പൊതുവെ രണ്ട് തട്ടിലായി ജില്ലയിലെ നേതൃത്വം നിലകൊള്ളുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഗോവിന്ദൻ ഇത്തരത്തിൽ NN കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് നൽകുന്ന നടപടികളിലേക്ക് സംസ്ഥാന കമ്മിറ്റി കടക്കുന്ന സാഹചര്യമുണ്ടായത്. ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഈ NN കൃഷ്ണദാസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കം നടത്തിയത്. അവർ ഇത്തരത്തിൽ നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ജില്ലാ നേതൃത്വത്തിന് അവർക്ക് നേരിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. കാരണം NN കൃഷ്ണദാസ് ഒരു സംസ്ഥാന നേതാവായതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വത്തിന് നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ NN കൃഷ്ണദാസിന്റെ നിലപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ നൽകുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സമ്മേളന കാലയളവായതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ CPM-ന്റെ പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബുവിനെതിരെ കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയ പ്രവർത്തനത്തിലും മറ്റുമൊക്കെ കൊഴിഞ്ഞാമ്പാറയിലെ ഒരു വിഭാഗം വിമത നേതാക്കൾ ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ജില്ലാ സെക്രട്ടറിക്ക് എതിരെയായിരുന്നു. മാത്രമല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഷുക്കൂർ എന്ന പ്രാദേശിക നേതാവ് കോൺഗ്രസിലേക്ക് ഉൾപ്പെടെ മറ്റ് പാർട്ടി വിടുന്നതിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതൊക്കെ ജില്ലാ സെക്രട്ടറിയുടെ ഏകാധിപത്യ പ്രവണതകൾ എന്നും മറ്റും പറഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത്. ഏതായാലും അത്തരം കാര്യങ്ങൾ ഈ NN കൃഷ്ണദാസിനെതിരെയുള്ള നടപടികളും മറ്റു നീക്കങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആ വിഭാഗീയത അതിൻ്റെ വലിയ മൂർധന്യത്തിലേക്ക് എത്തുമ്പോൾ സുരേഷ് ബാബുവിനെതിരെയുള്ള നീക്കങ്ങളിൽ മറ്റ് നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും കൃഷ്ണദാസ് ഈ ഇത്തരം കാര്യങ്ങൾ ഈ സുരേഷ് ബാബുവിനെതിരെ നിരന്തരം വിമത നേതാക്കളാണെങ്കിലും ഒരു വിഭാഗം പ്രവർത്തകരാണെങ്കിലും ഒക്കെ രംഗത്ത് വരുന്ന ഈ കാര്യങ്ങൾ അടുത്ത വരുന്ന സമ്മേളനത്തിൽ ഉൾപ്പെടെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അരുൺ, അതോടൊപ്പം ഒരു കാര്യം കൂടി, കൃഷ്ണദാസിന്റെ നിലപാട് പാർട്ടിക്ക് വിരുദ്ധമാണ് പലപ്പോഴും എന്ന രീതിയിലാണല്ലോ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നടപടിക്ക് ശുപാർശ ചെയ്തത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടായി എന്നുള്ള തോന്നലുണ്ടാക്കാൻ വിധമായിരുന്നു കൃഷ്ണദാസിന്റെ പെരുമാറ്റമെന്നും ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ സംസ്ഥാന കമ്മിറ്റി അതേപടി അംഗീകരിക്കാൻ തന്നെയാണോ സാധ്യത കാണുന്നത്, അതോ ഇതിന്മേൽ ഇനിയൊരു തുടർ വിശകലനം നടത്തുമോ? നിലവിൽ ഈ സമ്മേളന കാലയളവായതുകൊണ്ട് തന്നെ ഒരു പരസ്യമായിട്ടുള്ള താക്കീത് അതിലുപരി മറ്റു നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാലക്കാട് ജില്ലാ സമ്മേളനം
21, 22 തീയതികളിലേക്കായി പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. നേരത്തെ പാലക്കാട്ടെ ഏരിയ സമ്മേളനങ്ങളിൽ പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ ഉൾപ്പെടെ NN കൃഷ്ണദാസിനെതിരെ വിമർശനം ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ ഏതായാലും ഈ സമ്മേളന കാലയളവിൽ മറ്റു നടപടികളിലേക്ക് കടക്കുന്നത് ശരിയല്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. മാത്രമല്ല ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ മറ്റ് കടുത്ത നടപടികളിലേക്കൊന്നും കടക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ NN കൃഷ്ണദാസിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു വികാരം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ. ആ വിഭാഗീയത പാർട്ടിക്കുള്ളിൽ 2 തട്ടാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിഭാഗീയത മറനീക്കി സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NN കൃഷ്ണദാസിന്റെ വീഴ്ചകളും NN കൃഷ്ണദാസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ച് അവിടെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞുവെങ്കിലും NN കൃഷ്ണദാസിന് തിരിച്ച് പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബുവിനെതിരെയുള്ള വിമത നേതാക്കളുടെ ആരോപണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രവർത്തകരുടെ ഏകാധിപത്യ ശൈലിയിലാണ് EN സുരേഷ് ബാബു മുന്നോട്ട് പോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണെങ്കിലും അതല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഷുക്കൂർ എന്ന പ്രാദേശിക നേതാവുമായിട്ടുള്ള വിയോജിപ്പും അത് ആ ഉപതെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ച പ്രശ്നങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും NN കൃഷ്ണദാസിനെ അനുകൂലിക്കുന്ന ആളുകൾക്കും കൃത്യമായിട്ട് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ഇനി വരുന്ന ജില്ലാ സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങളിലും ഒക്കെ വലിയ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.